ദൂരെ ട്രെയിൻ പോകുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ച. നമ്മളിതവിടെ കൃഷിയിടത്തിലുണ്ട്. തണ്ണിമത്തം കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് പാറിയിട്ടുണ്ട് ബാക്കി പണികൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ മഴ പെയ്തത് ആ പാടത്തൊക്കെ വെള്ളമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് നമ്മൾ ഷീറ്റൊക്കെ വലിച്ചു കഴിഞ്ഞ് ഇവിടുന്ന് ഇതപ്പോൾ നമ്മൾ ഡ്രിപ്പിൻ്റെ ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള പൈപ്പ് ഉണ്ടല്ലോ, സിപ്പ പൈപ്പ്, ഇത് ഓരോന്ന് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഇങ്ങോട്ട് റോൾ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം പാസ് ചെയ്യുന്ന PVC പൈപ്പാണിത്. ഇവിടെ ആയിട്ട് ഇതിൽ ലോക്ക് വരുന്നത് സിപ്പ പൈപ്പിൻ്റെ. ഇവിടെ ഉറുമ്പുണ്ട്. ഈ ലോക്കാണ് തള്ളി നിൽക്കുക. PVC പൈപ്പ് കണ്ട് റിലീസ് ചെയ്യുക. ഇനി നേരെ ഇത് മടക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് എടുത്തേക്കാം. തണ്ണിമത്തൻ കൃഷിയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടാണ് നമുക്കിതാ ഈ ഒരു ലെങ്ത്തോളം വരുന്ന പൈപ്പ് ഈസി ആയിട്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് കൃഷിയിടത്ത് നിന്ന് മാറ്റാൻ പറ്റുന്നത്. ഇത് ഗമ്മിട്ടിട്ട് ഇതിൻ്റെ എൻഡ് ഒട്ടിക്കായിരുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കേണ്ട അവസ്ഥ വന്നിരുന്നു. ഓരോ പൈപ്പിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗം നമ്മളിതാ ഇതേപോലെ ഉണ്ടല്ലോ, ഇവിടെ ജോയിൻറ്റ് കാണാൻ പറ്റും. ഇതേപോലെ അടുപ്പിച്ച് വെച്ചിട്ട് ഇവിടെ കുറ്റി അടിച്ചിട്ട് പ്ലാസ്റ്റിക് കയറുകൊണ്ട് ഇതേപോലെ തന്നെ കെട്ടിക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് അടുത്ത തവണത്ത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റും. ഇത്തവണ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്തുന്നത് എടുത്ത് ഒഴിവാക്കാനും പറ്റും. അങ്ങനെ നമ്മുടെ തണ്ണിമത്തൻ കൃഷിയിടത്തു നിന്ന് മൾച്ചിങ് ഷീറ്റും ഡ്രിപ്പിൻ്റെ പൈപ്പൊക്കെ വലിച്ചു കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഇതാ നമ്മുടെ വെഞ്ചുറി ഉണ്ടല്ലോ, ആ ഭാഗത്താണ് നമ്മളുള്ളത്. ഈ വെഞ്ചുറി ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മൾ എടുത്തു വെക്കണം, എങ്കിലേ നമുക്ക് അടുത്ത കൊല്ലത്തിന് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെ മടി കൂടാതെ നമ്മൾ ചെയ്യരുന്നുണ്ടെങ്കിൽ മഴ പെയ്ത് ഈ ചളി കിടന്നിട്ട് നമ്മളിപ്പോൾ കഷ്ടപ്പെടേണ്ടിണ്ടായിരുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അത് ഏതെങ്കിലും വ്യക്തികളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ, നമ്മളെ കൂടെ തന്നെയുള്ള നമ്മുടെ മടിയാണ്. അപ്പോൾ അത് ഓരോരുത്തരും മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. വെഞ്ചറി കഴിഞ്ഞിട്ടാണ് ഫിൽറ്റർ വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ഫിൽറ്ററിൻ്റെ ഇവിടെ ത്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ വെഞ്ചറി മാത്രം സെപ്പറേറ്റ് നമ്മളിതാ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഫിൽറ്റർ വേറെ നമ്മളെടുത്ത് നല്ല പുല്ല് കാട് പിടിച്ച പോലെ ആയിരിക്കണം. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോകളിലൊക്കെ നമ്മുടെ പുതിയ കൃഷിയുടെ അപ്ഡേഷനൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ.